ഹലോ, അസ്സലാമു അലൈക്കും. അന്ന് രാത്രി ഞങ്ങൾ ഇശാ നമസ്കരിച്ചതിന് ശേഷം വീട്ടിൽ നിന്നിറങ്ങി. യാത്രയ്ക്ക് വേണ്ടി രാത്രി തിരഞ്ഞെടുത്തത് മറ്റൊന്നും കൊണ്ടുമല്ല, ബ്ലോക്ക് കുറഞ്ഞു കിട്ടാനും പിന്നെ യാത്ര പെട്ടെന്ന് ആവാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ അധികം തടസ്സങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് അവിടെ എത്തിക്കിട്ടുമല്ലോ എന്നാലോചിച്ചിട്ടാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ വേഗം ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു, മക്കൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട്. ഏകദേശം 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിലെ വലിയൊരു ഫ്ലാറ്റിന് മുമ്പിലാണ് നമ്മളെ വണ്ടി വന്നു നിന്നത്. അപ്പോൾ ഞങ്ങൾ കൃത്യം 2 മണിയായപ്പോൾ അവിടെ എത്തി. എല്ലാവരും ഉറങ്ങിയ നല്ല ടൈം. ഫ്ലാറ്റിലൊന്നും വെളിച്ചം കാര്യങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുള്ളൂ. ഏകദേശം 25 നിലക്ക് മുകളിലായിട്ടാണ് ഫ്ലാറ്റ് കണ്ടപ്പോൾ അങ്ങ് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് വെച്ചാൽ അതാണ്. പിന്നെ അപ്പുറത്തു കൂടെ വേറൊരു വഴിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉസ്താദ് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവർ ഒരു 1:30 മണി വരെ കാത്തിരുന്നു. പിന്നെ ഏകദേശം 2 മണിയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുട്ടികളൊക്കെ ഉറങ്ങി തൂങ്ങിക്കണ്, ഓലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിയപ്പോഴത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭയങ്കര സംഭവം, നല്ല അടിപൊളിയായി. നേരം വെളുത്തപ്പോഴത്തൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നൊരു ഫീൽ ഇട്ടാ. കാരണം നമ്മൾ രാത്രി വന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും ശരിക്കും കാണാനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ആ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോയി. പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ അവരിതാ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ പൊറോട്ട ഉണ്ട്, അതുപോലെ പത്തിരി ഉണ്ട്, അങ്ങനെ എന്തൊക്കെ ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ ആയിട്ട് ഒക്കെ സെറ്റാക്കിയിരിക്കണേ. കാരണം ഒക്കെ ഇവിടുത്തെ പത്തിരി നല്ല സോഫ്റ്റ് പത്തിരി. പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്രേവി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എരിവുള്ള ഗ്രേവിയാണ് കേട്ടോ. അതെപ്പോൾ വരുമ്പോൾ നല്ല മസാല ഉണ്ടാവും. സാധാരണ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇത്രമാത്രം മസാല ഇട്ട് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ പള്ളിയിൽ പോകുന്ന സമയമായി. ഉസ്താദിൻ്റെ മോനുമാണ് വന്നത്. മോന് ഹാഫിളാവാൻ പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വിചാരിച്ചിട്ട് ഇവിടെ നിന്നു. അപ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു മിനി കൂപ്പർ എന്ന് പേരുള്ള ഒരു വണ്ടി അവിടെ കണ്ടു. 1 കോടി വിലയുള്ള ഒരു വണ്ടിയാണിത്. നല്ല ഗ്രീൻ കളറിൽ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഫ്ലാറ്റിലുള്ള ആരതോ ആണ്. ഇവിടെ കാര്യമായിട്ട് ഡോക്ടേഴ്സ്, അതുപോലെ വക്കീലന്മാർ, അതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന വലിയ ഫ്ലാറ്റാണിത്. അപ്പോൾ എല്ലാവരും ജുമ കഴിഞ്ഞ് വന്നു. ജുമ കഴിഞ്ഞ് വരുമ്പോഴത്തെ അപ്പോഴുള്ള ഫുഡ് എന്ന് വെച്ചാൽ മന്തിയാണ്. അപ്പോൾ മന്തി എന്ന് വെച്ചാൽ ഇവിടെ ഒന്നായിട്ടൊരു ഷീറ്റ് വിരിച്ച്, ന്യൂസ് പേപ്പറും ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മേലെ ആ ഒരു മന്തി റൈസ് ഇങ്ങനെ സെറ്റാക്കുകയാണ്. എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള 3 ഫാമിലിക്ക് ഇരിക്കാനുള്ള രീതിയിൽ ഇത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഒരുമിച്ച് ടേബിളും എന്തായാലും കഴിയൂല. അതുകൊണ്ട് തന്നെ ഇവിടെ നിലത്ത് ഇങ്ങനെ ഒരു മജ്ലിസ് പോലെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണ ഒരു രീതിയിലാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ആ ഉസ്താദിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയ 2 ഫാമിലിയും എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷീറ്റിൻ്റെ 2 ഭാഗത്തായിട്ട് ഇരുന്നിട്ടുണ്ട്. ഫുഡ് എല്ലാവരും ഒറ്റ തളികയിൽ നിന്ന് കഴിക്കുന്ന ഒരു അറബിക് സ്റ്റൈലിലാണ് ഇതുവരെ സെറ്റാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ കേട്ടോ, എല്ലാവരും ഒരുമിച്ചിരിക്കുക. ഓരോ ഫാമിലി ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഓരോ ഭാഗത്തേക്കുള്ള മയോണൈസ്, അതുപോലെ കക്കരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരുമിച്ചൊരു ഫുഡ് കഴിക്കുക, ഒരേ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണേ പോലെയാണല്ലോ. എല്ലാവരും ഒരുമിച്ച് ഒറ്റ ഒരു പ്ലേറ്റ് അല്ലെങ്കിലും ഒരു ഷീറ്റിൽ നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേകമായിട്ടൊരു ബർക്കത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കല്ലോ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നാണല്ലോ. അതുപോലെ തന്നെ എന്തോ ഒരു സൈസ് ലീഫ്, ക്യാബേജിൻ്റെ ഇല പോലത്തെ ഒരു ജർജിയിലോ അങ്ങനെ എന്താ പറഞ്ഞൊരു ലീഫിൻ്റെ ഒരു വേറൊരു വെറൈറ്റി, അതും ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ആ മന്തിൻ്റെ മേലെ കഴിക്കാൻ നല്ല സ്പ്രൈറ്റും കൊണ്ടുവന്നിക്കണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഉഷാറായി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടി ഒരു പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ലിഫ്റ്റിൽ കയറി താഴേക്ക് വരികയാണ്. ലിഫ്റ്റിൽ കയറിയപ്പോൾ മക്കൾക്കൊക്കെ മത്സരം ഉണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴേക്ക് നമ്മൾ പോവുകയാണ് 17ാം നിലയിൽ നിന്ന്. ഈ ഫ്ലാറ്റിൻ്റെ പുറത്തിറങ്ങിയ ഭയങ്കര കാറ്റാണ്. അപ്പോൾ പിന്നെ പകുതി ആൾക്കാർ ഉസ്താദിൻ്റെ കാറിലും പകുതി മറ്റേ ഞങ്ങൾ വന്ന കാറിലുമാണ് പോണത്. ഞങ്ങൾ ഫസ്റ്റായിട്ട് പോണത് മറൈൻ ഡ്രൈവ് കണ്ടു പോണത്.
അപ്പോൾ ഞങ്ങളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉസ്താദിൻ്റെ കാർ ബ്ലൂ ആണ്, നല്ല അടിപൊളി വണ്ടിയാണ്. അതിൽ യാത്ര ചെയ്യാനൊക്കെ പ്രത്യേക ഒരു രസം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ മറൈൻ ഡ്രൈവിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാം കേട്ടോ. സംഭവം ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു ടൂറായിട്ട് ഇങ്ങനെ ഉച്ചൻ്റെ ശേഷം പോരാറുണ്ട്. അപ്പോൾ ഇന്നൊരു ബോട്ട് യാത്ര ആണ് വിചാരിക്കണത്. കാരണം ജുമയ്ക്ക് ശേഷമാണല്ലോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു 3 മണി കഴിക്കണ്ടേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 3-3:30 കഴിക്കണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബോട്ട് നിന്നാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്നാക്കും ഇതൊക്കെ വാങ്ങിക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല ചൂടുള്ള കടല വെക്കുന്നുണ്ട്. അപ്പോൾ അതും ഓരോ പാക്കറ്റ് വാങ്ങി എല്ലാവരും തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഭാഗത്തൊക്കെ വലിയ വലിയ കപ്പലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബോട്ട് സവാരിയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബോട്ടൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ ഒരു വരുന്ന ബോട്ട് ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമ്മളെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. അതാ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നു കേട്ടോ. ഇനി നമ്മളതിലെല്ലാവരും കൂടി കയറുകയാണ്. ഇത് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് കുട്ടികൾക്ക് കഴിക്കാനുള്ള വെള്ളവും അതുപോലെ ഫുഡും ഒക്കെ പിടിച്ച് അതാ ഞങ്ങൾ അതിലേക്ക് കയറുകയാണ്. അപ്പോൾ ശരിക്കും പിടിച്ച് കയറാൻ പറയുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് വഴുതിയാൽ തന്നെ ഇവിടെ നല്ല അത്യാവശ്യം വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ ബോട്ടിൻ്റെ ആ സ്റ്റെയറിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ഇതാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിങ്ങനെ ഇതാക്കുമ്പോഴാണ്. അതേപോലെ ഗിയർ ഇവിടെ 2 കാണുന്നുണ്ട്. അതുപോലെ സേഫ്റ്റിക്കുള്ള കോട്ടും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇടാൻ പറഞ്ഞിട്ടില്ല. സാധാരണ നമ്മൾ അന്ന് കടലുണ്ടിയിൽ അവിടെ പോയപ്പോൾ സേഫ്റ്റിക്ക് എന്തായാലും നിർബന്ധമായിട്ട് കോട്ടിടണം നിർബന്ധമായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ മുകളിലത്തെ തട്ടിലേക്ക് പോയിട്ട് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. സഫമോൾക്ക് ശരിക്കും ഒരു കറക്റ്റ് സീറ്റിൽ ഓൾ ഇരിക്കണില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുകയാണ്. അപ്പോൾ ഓല് പറഞ്ഞു നിങ്ങൾക്ക് പാട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ട് ഒക്കെ ഇട്ട് തരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ബോട്ടിൽ വേറൊരു അപ്പൂപ്പനുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഇയാളാണ്. താഴെ ഡ്രൈവറും മുകളിൽ ഇയാളുമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. അതുപോലെ ഷിപ്പ് നിൽക്കുന്ന സ്ഥലവും അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലൂടെ നല്ല മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടിതാ നല്ലൊരു ബോട്ട് യാത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് താഴെ പോയൊക്കെ, താഴെ പോയിട്ട് ഡ്രൈവ് ചെയ്യണൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ കപ്പൽ നങ്കൂരം വീഴുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗമാണ്. നല്ല വെള്ളമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ, ഈ ഭാഗത്തും ആ സൈഡിലൊക്കെ. അതിപ്പോൾ നമുക്കുള്ളത് 1 മണിക്കൂറത്തെ യാത്രയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റി കാണിച്ചു തരും. അതേപോലെ കപ്പലിൻ്റെ അടുത്ത് കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി അതിനെക്കുറിച്ചൊക്കെ ആ ഗൈഡ് നമുക്ക് ശരിക്കും പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തി തുടങ്ങി കേട്ടോ. നേരത്തെ വലിയ 2 കപ്പൽ ഈ ഒരു ഭാഗത്തായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ചരക്ക് ഇറക്കും കയറ്റൊക്കെ ചെയ്യണം കപ്പലൊക്കെ കേട്ടോ. ആ ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഓരോ ക്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ അതിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്, അതുപോലെ വെക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ചരക്ക് കപ്പലാണ്. എന്നോ അവിടെ നിന്നൊക്കെ എവിടെയെങ്കിലും വിദേശത്തു നിന്നൊക്കെ പുറപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ട്, അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും അടുത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് ഇതൊക്കെ. ഒരുപാട് ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട് കേട്ടോ. പല രീതിയിലും പല മോഡലിലുള്ളത്, ഓല കൊണ്ട് മെടഞ്ഞ ഐറ്റംസ്, അതുപോലെ ഫുള്ള് കവർ ചെയ്ത ഐറ്റംസ്. ഞങ്ങളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതാണ് എടുത്തത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്ക് നല്ല രീതിയിൽ വ്യൂ കിട്ടുക. നല്ല രസമുള്ളൊരു ബോട്ട് നമ്മൾ തൊട്ടടുത്ത് കൂടെ, ഇത് AC ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റപ്പാക്കിയ അങ്ങനെ ഒരു ബോട്ടാണ് ഇട്ടത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്നതാണ് ഒന്നും കൂടി ഒരു ഭംഗി ആസ്വദിക്കാൻ. അതാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം സൂര്യൻ അസ്തമിച്ച് തുടങ്ങുകയാണ്. ഏകദേശം ഇവിടെയൊക്കെ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയപ്പോൾ നല്ല വെളിച്ചമായിരുന്നു. ഇപ്പോൾ സൂര്യൻ ഇപ്പം അസ്തമിക്കും. അപ്പോൾ അതിൻ്റേതായ ഇരുട്ട് ഇവിടേക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവർ അടുത്തേക്കൊന്ന് വന്നിട്ടോ. കപ്പിത്താനല്ല എന്തായാലും പറയില്ല, കപ്പലിന് കപ്പിത്താനെന്ന് പറയും, ബോട്ടിന് എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും വേണമെങ്കിൽ പിടിക്കാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷിഫു ഒന്ന് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ സഫമോൾക്കും ആഗ്രഹം കേട്ടോ അതൊന്ന് പിടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓളും ആ ബോട്ടിൻ്റെ ആ ഒരു സ്റ്റെയറിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തെത്തി അങ്ങ് തിരിക്കുന്നുണ്ട്. അയാളിങ്ങനെ വലത്തേക്കും എടുത്തേക്കും ഇങ്ങനെ അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് നിന്നൊക്കെ. ശരിക്കും ഫ്രണ്ടിലേക്ക് കാണുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തിരിക്കാൻ കേട്ടോ. പിന്നെ മക്കൾ ക്യൂ ആയി നിൽക്കൽ തുടങ്ങിയിട്ടോ. എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ആ സ്റ്റെയറിംഗ് ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, സാധാരണ കാറിൻ്റെ പോലുള്ളതൊരു വെറൈറ്റി ആയിട്ട് ഒരു കൊമ്പ് പോലെ ഉള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ വരിയായി നിൽക്കുകയാണ് തൊടാൻ വേണ്ടിയിട്ട്. ആ ഡ്രൈവറാണെങ്കിൽ നല്ല കട്ട സപ്പോർട്ടും കുട്ടികളുടെ ഒക്കെ ഇഷ്ടത്തിന് അങ്ങനെ സമ്മതിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞ സംഭവത്താണ് ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ആക്കിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. ഇവിടെ ആണെങ്കിൽ വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡ് ഐറ്റംസാണ് ഉള്ളത്. തലച്ചോറ് വരട്ടിയത്, കുരുമുളകിട്ട് വരട്ടിയത്, അതുപോലെ തന്നെ ബോട്ടി, ഫിഷ് ഐറ്റംസ്, അതുപോലെ ലിവർ, അതൊക്കെ വരട്ടിയ കുറഞ്ഞൊരു ഗ്രേവി ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ. ബ്രെയിൻ വരട്ടിയതിന് 2 ടൈപ്പിലുണ്ട്. കുരുമുളക് ഇട്ടത് വേറെ, സെപ്പറേറ്റ് മുളക് പൊടി ഇട്ടതുണ്ട്. അങ്ങനെ 2 ടേസ്റ്റിൽ അത് തന്നെ ഉണ്ട്. പിന്നെ കൊച്ചി ഭാഗത്തുള്ള ഈ ഒരു കറിയൊക്കെ തന്നെ നല്ല കളറുമായിരിക്കും, നല്ല എരിവായിരിക്കും. നമ്മളെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പിലിട്ടോ നല്ല രസമുണ്ട്. കണ്ടിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുണ്ട്. പിന്നെ അതാ ഫിഷ് ഐറ്റംസ് ഉണ്ട്, ബീഫ് വരട്ടിയത് വേറുണ്ട്, അതുപോലെ ചിക്കൻ വരട്ടിയത് വേറുണ്ട്, ബ്രെയിന് സെപ്പറേറ്റ് ആക്കിയത് വേറുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസിലുള്ള ബോട്ടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ പോയി കയറി വന്നതിന് ശേഷം നല്ല ക്ഷീണിച്ചൊക്കെ നിൽക്കുമ്പോൾ നല്ല വിശന്നിരുന്നു. അപ്പോൾ നമ്മൾ മലബാർ ദോശ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ദോശയാണിത്. പിന്നെ സാധാരണത്തെ രീതിയിൽ പത്തിരി, നൂൽപുട്ട്, അതേപോലെ സാധാരണ പുട്ട്, അങ്ങനെ ഐറ്റംസിലുള്ള പല ഐറ്റംസും ഇവിടെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് വീണ്ടും ആ ഫ്ലാറ്റിലേക്ക് തന്നെ വന്നിരിക്കുന്നു. ഫ്ലാറ്റിലത്തെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെ ഫ്ലാറ്റിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. അതിൻ്റെ ഈ ഒരു സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി ഗസ്റ്റ് റൂമായിട്ട് 2 റൂം സെപ്പറേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഉസ്താദ് എടുത്തിരുന്നു. ആ റൂമിൽ ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ റൂമിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അപ്പുറത്തുള്ള ആ ബിൽഡിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ജനലൊന്നും ഇങ്ങനെ ആ കർട്ടൻ പൊന്തിച്ച് നോക്കിയപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഗസ്റ്റ് റൂമിൻ്റെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു രീതിയിലായിട്ട് വരുന്നത്. ഫ്രണ്ടിൽ ഗ്ലാസ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് ബിൽഡിംഗ് ഒക്കെ കാണാനൊക്കെ ഉള്ള, ശരിക്ക് ആസ്വദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അത് ഓപ്പൺ ആക്കാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല അടിപൊളി ഗാർഡൻ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലൊക്കെ ഇങ്ങനെ നല്ലൊരു ഗൾഫ് ലുക്കാണ് നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട്. ശരിക്കും നല്ലൊരു ഗാർഡനിൽ ചെന്നിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതങ്ങനെ ഒരു കെറ്റിൽ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഗ്രീൻ ടീക്കുള്ള ചായപ്പൊടി, അതുപോലെ പഞ്ചസാരക്ക് പകരം ഒരു പഞ്ചസാര കട്ടകൾ, ഇതുപോലുള്ള സംഭവങ്ങൾ കേട്ടോ. അതുപോലെ ചായപ്പൊടി ഇങ്ങനെ ആ ഒരു നൂലുമ്മ സ്റ്റിക്ക് ചെയ്ത അതാണ്. ഇങ്ങനൊരു സംഭവം ഒരു കഷ്ണിട്ടാൽ തന്നെ ഒരു ഗ്ലാസ് മധുരത്തിനുള്ളതൊക്കെ അത്യാവശ്യം ഉണ്ടാവും. നല്ല പഞ്ചസാര കട്ടകളായിട്ടാണ് ഇതിവിടെ ഈ ഫ്ലാറ്റ് ഗസ്റ്റ് റൂമിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് അവർ നമ്മളാരെങ്കിലും ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവർ സെക്യൂരിറ്റി അവർ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം, കെറ്റിലത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഗ്രീൻ ടീ ആയതുകൊണ്ട് തന്നെ ഒരു യെല്ലോ കളറിലാണ് വരുന്നത്. ശരിക്കും കറക്റ്റായിട്ട് അതിൻ്റെ നമ്മൾ സാധാരണ ചായൻ്റെ ഒരു കളറൊന്നുമല്ല. എന്നാലും നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും പൊടിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. പക്ഷേ ഇത് ഗ്രീൻ ടീ ആയതുകൊണ്ട് അത്ര കണ്ട് കുടിക്കാനേ കഴിയൂലല്ലോ. പക്ഷേ നല്ലതാണ്, മറ്റേ ചായനേക്കാൾ ഏറ്റവും നല്ല ഇതാണ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ഒന്ന് പോയിക്ക് ഇപ്പോൾ നമ്മൾ സഫമോളും ഷീഫൊക്കെ നല്ല പൊതച്ച് മൂടി കിടക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ടല്ലോ. നമ്മൾ ഗസ്റ്റ് റൂമൊക്കെ നല്ല സെറ്റപ്പ് റൂമാണ് കേട്ടോ. നല്ല അടിപൊളി എല്ലാ സൗകര്യങ്ങളുള്ള റൂമാണ്. അപ്പോൾ പഴയ പോലെ തന്നെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിൽ കണ്ടു പോകണേ. കുട്ടികൾ അതിന് വേണ്ടി തിരക്കൂടണം. അപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി എന്നിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കുട്ടികൾ വേഗം പെട്ടെന്ന് പോവുകയാണ്. കാരണം ഓല മനസ്സിൽ അത് മാത്രമാണ്, പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ പോവുക എന്നുള്ളത്. അപ്പോൾ ഷിഫു ഓൾക്ക് ഞാൻ ഒറ്റക്ക് ഓൾ മുങ്ങിപ്പോന്തും.
അപ്പോൾ ഞങ്ങളെല്ലാവരും വീണ്ടും ഫ്ലാറ്റിൻ്റെ മുകളിലെത്തിയിട്ട് അപ്പോൾ ഇതിനൊരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം വൈകുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യലായിട്ടൊരു ഫുഡ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഓലി ഒരു സംഭവത്തിന് ഏഷ്യാഡ് എന്നാണ് പറയണത്. സംഭവം നമ്മളൊക്കെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഇറച്ചിയും പൂളി എന്ന് പറയില്ലേ, ലിവർ പൂള, അതേപോലെ ബോട്ടി പൂള എന്നൊക്കെ പറയണേ, അങ്ങനത്തെ ആ ഒരു സംഭവം ഉണ്ടത്. പൂളീഫ് അതുപോലെ ഇറച്ചിയും പൂളി എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവത്തിന് ഓല് പറയുന്ന പേര് ഏഷ്യാഡ്. അപ്പോഴത്തിൻ്റെ കുട്ടികളൊക്കെ കുളിച്ചൊക്കെ വന്ന് ക്ഷീണിച്ച് കുഴങ്ങി ഇവിടെ TV കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഫുഡൊക്കെ ഇതവിടെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി, ചിക്കൻ കറി, ഏഷ്യാഡ് അങ്ങനെ 2 ഐറ്റംസ് ആണ് എന്നുള്ളത്. ഒരു സ്പെഷ്യലായിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ ഒരു ഏഷ്യാഡിന്. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കണേക്കാൾ ഒന്നും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ എല്ലാവരും നല്ല ചൂടോടെ തന്നെ പത്തിരിയും അതുപോലെ തന്നെ അതിക്കത് ഏഷ്യാഡും ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ എല്ലാവരും കഴിക്കുന്നുണ്ട്. അതിക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായ ഇട്ടാണ് ഭയങ്കര ടേസ്റ്റ് ഇതിങ്ങനെ കഴിച്ചപ്പോൾ. അതിൻ്റെ കൂടെ ആ ഒരു പൂളീഫും കൂട്ടി പത്തിരിൻ്റെ കൂടെ കഴിച്ചപ്പോൾ നല്ല രസം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ റൂമിൽ പോയി. ഞങ്ങൾ വേറൊരു സ്ഥലം കാണാൻ പോകാൻ നിൽക്കുകയാണ്. ഈ ഫ്ലാറ്റിൽ തന്നെ നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തൊരു ജിമ്മുണ്ട്. ആ ജിമ്മിലൊന്ന് പോയി നോക്കി, ജസ്റ്റ് ഒന്ന് ആ ഒരു മെഷീനിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കിയിട്ടാ. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര കൊച്ചി ലുലു മാള്, പാർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടെ വണ്ടി ഇറങ്ങിയിട്ട് മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചു. മെട്രോയിൽ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ലുലു മാൾക്ക് നേരിട്ടുണ്ടല്ലോ മെട്രോ, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങിയതാ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് മെട്രോയിൽ ഫസ്റ്റ് കയറിയിട്ട് ഫസ്റ്റ് ലുലു മാൾക്ക്. അങ്ങനെ ഞങ്ങൾ ലുലു മാൾക്കുള്ള മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് വീണ്ടും അതാ ലിഫ്റ്റിൽ കയറി. ഇനി ട്രെയിനിന് ടിക്കറ്റ് എടുക്കുകയാണ്. ട്രെയിനിന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളെ സാധാരണത്തെ രീതിയിലുള്ള പോലെയല്ല, വേറെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല സഫമോൾ, ഞാൻ ടിക്കറ്റ് വാങ്ങേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് നീളം നോക്കുന്നുണ്ട്. ഇതിനനുസരിച്ച് കുട്ടികൾ ഇതിനേക്കാൾ ഹൈറ്റ് ഉണ്ടായാൽ ടിക്കറ്റ് വാങ്ങണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, അപ്പോൾ എന്തെങ്കിലും ചെക്കിങ്, എന്തെങ്കിലും ബാഗിലൊക്കെ എന്തെങ്കിലും വെച്ച് പോയിക്കണതിന് വെച്ചാൽ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മളെ ബാഗ് ഇതാ ഇതിൽ വരുന്നുട്ടോ. ഇതൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ നല്ല ആകാംക്ഷയോടെ തിരക്ക് വിടുകയാണ്. അവർക്കതൊരു രസം. അതുപോലെ തന്നെ ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആകുക. അതുപോലെ അടുത്ത ആൾക്കാവുമ്പോൾ അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും സ്റ്റെപ്പ് ഇട്ടാൽ അതും കയറിയതിന് ശേഷമാണ് നമ്മൾ മെട്രോൻ്റെ മുമ്പിലെത്തുന്നത്. അപ്പോൾ ഒരു മെട്രോ അവിടെ നിർത്തിയിട്ടിരിക്കണേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല രീതിയിലുള്ള സ്പീഡിൽ പെട്ടെന്ന് എത്താനുള്ള നല്ല AC ട്രെയിനാണല്ലോ. അപ്പോൾ നല്ല സുഖമുണ്ട് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ. അപ്പോൾ നമുക്ക് കയറാനുള്ള മെട്രോ അത് വരുന്നിട്ടോ, നല്ല സ്പീഡിലാണ് വരിക. അപ്പോൾ ഞങ്ങളെല്ലാവരും മെട്രോയിൽ കയറി. നല്ല തണുപ്പ് AC ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റൊന്നും ഇല്ല, പക്ഷെ അധിക ദൂരമൊന്നും പോകാനില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടുത്ത സ്റ്റോപ്പെത്തി ആളുകൾ ഇറങ്ങിയതാ വീണ്ടും അത് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമ്മളുടെ കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ യാത്ര കഴിഞ്ഞതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ നേരെ നമ്മൾ ലുലു മാൾക്കാണ് പോകുന്നത്. അപ്പോൾ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ, ഇതിനാണ് ഇറങ്ങണത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണല്ലോ, സ്റ്റെപ്പ് ഇറങ്ങേണ്ടിയും കയറേണ്ടൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ ലുലു മാൾക്ക് പ്രവേശിക്കുകയാണ്.
അപ്പോൾ അതിന് മുമ്പായിട്ട് സംഭവം ഇവിടെ അങ്ങനെ തന്നെ ആ ഒരു ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു സംഭവം ഓക്കെ ആയാൽ അതിങ്ങോട്ട് ഓപ്പൺ ആവും. അപ്പോൾ നമ്മളിങ്ങോട്ട് കടന്നു വരിക അതുപോലെ കേട്ടോ. അപ്പോൾ ലുലു എൻട്രി എന്ന് കണ്ടില്ല. അപ്പോൾ നമ്മൾ ലുലു മാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രദറിൻ്റെ കൂടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുന്ന ആ ഭാഗത്ത് തന്നെ ഒരു സെക്യൂരിറ്റി നമ്മളെ സ്വീകരിക്കാനായിട്ട് ഇതങ്ങനെ ഒരു പ്രണാമം എന്നുള്ളതിൽ കണ്ട എല്ലാവരും ഇങ്ങനെ നമിക്കണേ പോലെ ഇങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ സ്വീകരിക്കാൻ നിർത്തിയിരിക്കണം അവിടെ. അപ്പോൾ ഞങ്ങൾ വീണ്ടും എസ്കലേറ്ററിൽ കയറി ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അതിൻ്റെ താഴ്ഭാഗത്താണ്. ശരിക്കും നമുക്ക് ഫുള്ളായിട്ട് കാണാനുണ്ട്, പക്ഷേ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ശരിക്കും കണ്ടു കഴിയുമ്പോൾ നമ്മൾ കുഴങ്ങും. കാരണം ഒരുപാട് കുട്ടികളൊക്കെ ഇരുന്ന് നടക്കുമ്പോഴേ ഒരു പ്രയാസമാണ്. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലൊക്കെ കയറി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് നമുക്ക് എന്തായാലും കവർ ചെയ്യാൻ കഴിയൂല. അപ്പോൾ താഴെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നല്ല ചുരിദാറിൻ്റെ ടോപ്പ്, അതുപോലെ ബിറ്റുകൾ, അങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് നല്ല ഞാനൊന്ന് ചോദിച്ചിന് 9,000 ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്കൊന്നും ഒരിക്കലും താങ്ങാവുന്ന രീതിയിലല്ല. അങ്ങനെയുള്ളതും ഉണ്ടാവും, വില കുറഞ്ഞതും വില കൂടിയതും എല്ലാ ടൈപ്പിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പത്തെ കുറച്ച് ഹെവി വർക്കുള്ള ഡ്രസ്സുകളാണുള്ളത്. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിസ്കരിച്ച് പോകാമെന്ന് വിചാരിച്ചു. നിസ്കരിക്കാനുള്ള റൂമൊക്കെ നല്ല സെറ്റപ്പാണ്. നല്ല ബ്ലാക്ക് നിസ്കാര കുപ്പായും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വെറുതെ റെസ്റ്റ് എടുക്കാനൊന്നും ഇവിടെ പറ്റൂല കേട്ടോ. നിസ്കരിക്കാൻ ഇറങ്ങുക, ആരും വെറുതെ ഇരിക്കാനേ സമ്മതിക്കൂല. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്ത് ആകുമ്പോഴേക്കന്നെ അവിടുത്തെ സെക്യൂരിറ്റിമാർ വിളിക്കും, മതി നിസ്കാരം കഴിഞ്ഞില്ലേ, ടൈം ആയില്ലേ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് അത്രയ്ക്ക് 2-3 ആളാണ് ഇവിടെ കാവലിൽ നിൽക്കുന്നത്. ലുലു മാൾട്ട് ഒരുവിധം കാഴ്ചകളും അതൊക്കെ കണ്ട് കുറച്ചൊക്കെ പർച്ചേസിങ്ങും അങ്ങനെയൊക്കെ നോക്കി പിന്നെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മെട്രോയിലൊക്കെ കയറി. പിന്നെ ഞങ്ങൾ നേരെ വന്നത് സുഭാഷ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് കടലിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഭാഗത്താണ് ഇങ്ങനെ പാർക്കും. നല്ല രീതിയിൽ കാറ്റും കൊണ്ടിരിക്കാനൊക്കെ ഒരുപാട് ആളുകൾ, ഫാമിലി കപ്പിൾസൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം കപ്പൽ കാണാത്തവരുണ്ടെങ്കിൽ അത് ശരിക്കും നേരിട്ട് കണ്ടുപോയിട്ടോ. നല്ല വലിയൊരു കപ്പലാണത്. അതുപോലെ ഒരു കപ്പൽ ഇപ്പം നേരെയാണ് പോയി. അപ്പോൾ നല്ല മനോഹരമായി വൈകുന്നേരം ഇങ്ങോട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സുഖമുള്ള ഒരു ഏരിയ തന്നെ പറയാം. നല്ല കാറ്റുമുണ്ട്. അപ്പോൾ സൂര്യാസ്തമയം വരെ ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ടാണ് ഈ ഒരു കാഴ്ച കാണാൻ. ഇനി ഏതായാലും ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചിട്ട് വന്നിരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് സമയം. അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതാ ഒരു സ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്നിട്ട് തന്നെ ഇട്ടിരുന്നത്, കാരണം എല്ലാവർക്കും ഒരുപോലെ ഫുഡ് ഇങ്ങനെ എത്തുന്ന രീതിയിൽ അങ്ങനെ തന്നെ അവിടെ ആ ഒരു ഹോട്ടൽ ഒരു സെറ്റാക്കിയിരിക്കണത്. വലിയ ഫാമിലിയൊക്കെ വരുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ ശരിക്കും ഇരിക്കാൻ പറ്റിയ രീതിയിൽ ഇതാ ഇങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ സ്പെഷ്യലായിട്ടൊരു സുലൈമാനി, ഒരു സ്പെഷ്യൽ കട്ടൻ ചായ, എന്തൊക്കെയായാലും ചേർക്കണം എന്താറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇവിടെ പല പല ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്ത സംഭവം പാൽപ്പിടി, ഇതാണ് ഇതിൻ്റെ പേര്. തേങ്ങാപ്പാലിൽ ഇങ്ങനെ അരിമാവ് ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി ആവിയിൽ വേവിച്ച സംഭവം. ഇത് ആരെങ്കിലും തിന്നിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇതാ നൂലപ്പം, നൂൽപുട്ട് എന്ന് പറയില്ലേ അത്, പിന്നെ അതുപോലെ വെള്ളപ്പം, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കണം. അപ്പോൾ ഈ പാൽപ്പിടി എന്നൊരു സംഭവം അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കണ്ട, തിന്നോലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല, ഞാൻ കഴിച്ചിട്ടില്ല, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉസ്താദിൻ്റെ വൈഫിനോട് ചോദിച്ചു ഇത് എങ്ങനെ ഉണ്ടാക്കലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തതോ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റായിട്ട് വേറൊരു സംഭവം ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ഈ പോത്തുംകാല് എന്നൊക്കെ പറയില്ലേ, ഈ പോത്തിൻ്റെ ഒരു വാരിയല്ലോ എന്തോ ഒരു ഭാഗം, കാലല്ല അത്, അതിൻ്റെ സൈഡ് ഭാഗം നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് വെച്ച് നല്ല സെറ്റാക്കിയൊരു ഗ്രേവി പോലെ, ഇതാണ് സംഭവം. ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തൊരു സംഭവം ഉണ്ട്, അത് നല്ല രസമാണെന്നൊക്കെ പറയുന്നത്. വയനാട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരു സംഭവം, അതിൽ പെട്ടതാണ് കേട്ടോ. നല്ല കാണുമ്പോൾ തന്നെ നല്ല വെന്ത സോഫ്റ്റായ ഇറച്ചിയാണ് ആ ഒരു ബീഫിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഇതാ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഇതാ ജിമ്മിലൊക്കെ ഒന്ന് പോയി നോക്കി, ജസ്റ്റ് ഒന്ന്. ഇത് ഈ ഫ്ലാറ്റിലുള്ളവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ക്ലോസും ചെയ്തിട്ടില്ല, അത് ഓപ്പണാണ്. അപ്പോൾ ലേഡീസിന് ഉച്ചയ്ക്ക് ശേഷമാണ്, രാവിലെ ജെൻസിന് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കണ്.
എന്തായാലും ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ സംഭവങ്ങൾ. പതിവ് പോലെ അന്നും ഇതാ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകണേ കുട്ടികൾ ഭയങ്കര ഉത്സാഹത്തോടെ. ഇന്നിവിടെ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് പൂളിലൊക്കെ ഇറങ്ങി കുളിച്ച് വന്നപ്പോഴേക്കും ഇത് അവരിവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഇന്നുള്ളത് സംഭവം മുട്ടക്കറി ഉണ്ട്, അതുപോലെ പത്തിരി ഉണ്ട്, നൂലപ്പം, അതുപോലെ പാലപ്പമുണ്ട്, വെള്ളപ്പം വേറെ, അങ്ങനെ 4 ഐറ്റംസ് കടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം ഫ്രണ്ട്സൊക്കെ ഒന്ന് ഒത്തുകൂടിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോരാണ്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തതാ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരുപാട് സാധനം ഉണ്ടല്ലോ, 2-3 ദിവസത്തെ സ്റ്റേ ആകുമ്പോൾ തന്നെ അവർക്കുള്ള 3 കുട്ടികളുടെയും എനിക്കുള്ള 3 കുട്ടികളുടെയും എല്ലായിടത്തും കൂടെ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ബാഗും പെട്ടിയും ഒക്കെ ആയിട്ട് ഇതാ ഞങ്ങൾ ലാസ്റ്റ് ദിവസം ഇതാ ലിഫ്റ്റിൽ കയറുകയാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുടെയില്ല ഒക്കെ വണ്ടിൻ്റെ ഇടുക്കിയിൽ ഇങ്ങനെ അമർത്തി കൊണ്ടുവന്നതായിരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുള്ള പോലെ ആദ്യത്തിനേക്കാളും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ 2-3 ദിവസത്തെ ടൂറിന് ശേഷം നാട്ടിലേക്ക് മലപ്പുറത്തേക്ക് മടങ്ങുകയാണ്. എന്തായാലും മദ്രസൊക്കെ 2-3 ദിവസം ലീവ് കിട്ടിയതുകൊണ്ട് കഴിച്ചില്ലായിട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഉസ്താദും ഫാമിലിയും ഞങ്ങളെ നല്ല രീതിയിൽ യാത്ര അയച്ചു. സത്യം പറഞ്ഞാൽ ആ കൂട്ടുകാർ പിരിയുമ്പോൾ അവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ ഒരുമിച്ച് ദർസിലൊക്കെ പഠിച്ച ആളുകളല്ല. അപ്പോൾ എയർപോർട്ട് ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പോയി നോക്കണം. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ പോയി നോക്കി. അതൊരു ഹെലികോപ്റ്ററാണ്, സേഫ്റ്റിക്ക് വേണ്ടി എന്താ വട്ടം കറങ്ങണം. അത് കുറേ സമയമായിട്ടാണ്. അപ്പോൾ നല്ല വലിയ വലിയ വിമാനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ നല്ല വെയിലുകൊണ്ട് ആരും പുറത്തിറങ്ങിയിട്ടില്ല. 2-3 ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞ് കണ്ടില്ല, ഇയാളൊക്കെ നല്ല കുഴങ്ങിയിട്ടുണ്ട്, കണ്ടില്ല, ക്ഷീണിച്ച് അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കിൽ ഇതാ തൃശ്ശൂർ മൃഗശാല ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത്രയൊന്നും കാണുന്നില്ല. എന്നാലും ഉണ്ട് കേട്ടോ ഈ ഒരു രീതിയിലുള്ളൊരു മാന് പോലത്തെ ഇങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ തന്നെ കടുവ, പുലി, സിംഹം അതൊക്കെ ആ ഭാഗത്താണ്. പിന്നെ കുറച്ച് സ്നേക്ക് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഹിപ്പോപ്പൊട്ടാമസ് 2 എണ്ണം വെള്ളത്തിലത് അങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് പൊന്തുന്നുണ്ട്. പിന്നെ ഈ ടൈപ്സിലുള്ള മൃഗങ്ങൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളെ കുറച്ച് പാർക്കും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്തായിട്ട്. പിന്നെ കാര്യമായിട്ട് ആദ്യമൊക്കെ ഇവിടെ നല്ല മൃഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വല്ലാതെ കണ്ട് കാണുന്നില്ല കേട്ടോ. ഒക്കെ കുറേ വേറെ ഏതൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നാണ് പറഞ്ഞിട്ടത്. പിന്നെ പുള്ളിമാന് ഇങ്ങനത്തതൊക്കെ തന്നെ ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു ഉഷാറില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കെയറിങ് വളരെ കുറവാണ് തോന്നുന്നുണ്ട് ഇവിടെ മൊത്തത്തിൽ. അങ്ങനെയുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുറച്ച് കെയറിങ്ങിൻ്റെ കുറവ് ഇങ്ങനെ ഇവർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് ആ കൂട്ടിൽ സിംഹം അത് ഉറങ്ങിക്കിടക്കുകയാണ്. അതിങ്ങനെ സടകുടഞ്ഞ് എഴുന്നേൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കടുവ ഇതാ വരുന്നു. കടുവയെ പുലി, അത് കടുവനെ തോന്നുന്നുണ്ട്. ഭയങ്കര തലയെടുപ്പോട് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് ചുറ്റുഭാഗത്തും. നോക്കണുണ്ടില്ലേ? ഭയങ്കര ഇതാണ് പുലിമുരുകൻ അല്ലേ? ഇത് തന്നെയല്ലേ ഇത്? ഈ അറബികളൊക്കെ ഇറ്റങ്ങളൊക്കെ വളർത്തണല്ലേ സിംഹത്തിനൊക്കെ? ആ, നജിസില്ലല്ലോ. പക്ഷെ അറ്റങ്ങൾ എന്തൊക്കെ നെഗോ അല്ല പല്ലോ എന്തൊക്കെ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലേ? അപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പുലി. ഇതുവരെ കണ്ടത് കടുവല്ലേ? ഇതാ പുലി അവിടെ മലർന്ന് കിടന്നുറങ്ങുക കേട്ടോ, നല്ല സുഖമായി. എന്തോ ഒരു സ്വപ്നം കാണണത്. ആ ഭാഗത്ത് കൂടെ പോയി നോക്കാം, പക്ഷേ അത് അവിടെ ക്ലോസ്ഡാണ്. അപ്പോൾ എല്ലാവരും ആ പുലിനെ കാണാനുള്ള തിരക്കിൽ ഫോട്ടോ എടുക്കുക കേട്ടോ. പിന്നെ ബാക്കി ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. കാരണം കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അതൊക്കെയാണ് നമ്മളെ ടൂറിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടി ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലോങ് ആവില്ലേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് ചെറുതായിട്ടൊക്കെ. അപ്പോൾ മയിലൊക്കെ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും വരുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു പൊരുളില്ല. ആദ്യമൊക്കെ മയിലിനെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അതൊരു വിഷയമില്ല. കാരണം എന്താ, കൂട്ടത്തോടെ 8-10 മയിലുകൾ നമ്മളെ റബ്ബർ തോട്ടത്തിലൊക്കെ എപ്പോഴും വരും. അതുകൊണ്ട് തന്നെ പിന്നെ കുരങ്ങന്മാർ പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എപ്പോഴും എന്താ പറയുക, തേങ്ങ തിന്നാനും കട്ടെടുക്കാനും അതൊക്കെ നമ്മളെ തോട്ടത്തിലുള്ള തേങ്ങയൊക്കെ ഒരുപാട് കേടെടുത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ കുരങ്ങാളെയും കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ സ്നേക്കാണ്, പാമ്പ് കാര്യങ്ങൾ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞങ്ങളിങ്ങനെ കണ്ടുവന്നു. കാരണം അത് കുറേ വിട്ട് നമ്മൾക്ക് അടുത്തേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, കുറേ വിട്ടാണ് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ക്യാമറ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ സംഭവം. പിന്നെ അത് നമ്മുടെ തൃശ്ശൂർ സൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ചിത്രമൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ തൃശ്ശൂർ മൃഗശാലയുടെ വിശേഷങ്ങൾ. അത്ര വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നല്ല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓരോ മൺചട്ടിയിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് പാമ്പ് ഇങ്ങനെ ചുറ്റിക്കെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തണുപ്പ് അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിലൊക്കെ ആ ചട്ടിൻ്റെ മേലെയും മടിയിലായിട്ട് തണുപ്പുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ നല്ല തണുപ്പുള്ള ഭാഗത്താണ് ഇവരിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ശരി, എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.